വെൽക്കം ബാക്ക് അഗൈൻ. ഷറഫാണ് ഇപ്പോൾ ഉള്ളത്. ആട്ട്യൻപാറ, നിലമ്പൂർ ആട്ട്യൻപാറയിലാണുള്ളത്. ഇതിന് നേരെ മുകളിലൊരു ഡാമുണ്ട്, അത് അടച്ചിട്ടുണ്ട്. അത് തുറന്നാൽ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡാമൊന്ന് കാണാൻ പോവാം. ആട്ട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇതാണ് പോകുന്ന വഴി. ഏത് നോ എൻട്രി ഉണ്ടല്ലോ അവിടെ. ആ അതാക്കണ ആ വരുന്ന വെള്ളം നേരെ അയക്കണ ചാടില്ലേ. അറബിയിൽ വരുന്ന അതിന്റെ കഴിഞ്ഞിട്ടുള്ള വെള്ളം താഴോട്ട് പോകും. പ്രളയത്തില് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇതോ മൂടിയിരുന്നു. അങ്ങനത്തെ ചളിയാണ് ഇതൊക്കെ. ആ ഇതാ വരുന്നു. പൈപ്പിൽ വെള്ളം ഉണ്ടാവും. എവിടെ സ്റ്റോർ ചെയ്യാ? ഇതേ അവിടെ ഒരു വാൽവുണ്ട്, അവിടെ ഒരു വാൽവുണ്ട്, വലിയ ആ കിണറാകുന്ന അവിടെ വലിയൊരു വാൽവുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഈ 1 കിലോമീറ്ററില്ലേ, ഞാൻ പറഞ്ഞല്ലോ 1.25 കിലോമീറ്റർ ഉണ്ടല്ലോ. ഈ പൈപ്പല്ല, വലിയ ഒരു ട്രാക്ടർ പോണ ഒരു ലോറി പോണ വഴിയുണ്ട്. ഇതിന്റെ ഉള്ളിലോ? ആ പാർക്ക് ഇങ്ങനെ തുറന്നിക്കാണ് അങ്ങോട്ട്. അവിടെ വരെ 1 കിലോമീറ്റർ അപ്പുറം വരെ 1.25 കിലോമീറ്റർ ഉണ്ടാവും തന്നെ. ഈ പാറ തുറന്നിക്കാണ്. എന്നിട്ട് അതിൽ വെള്ളം നിൽക്കുന്നുണ്ട്, ഇപ്പൊ സ്റ്റോർ ആകുന്നുണ്ട്. എന്നിട്ട് അറിയുമ്പോ ഇവിടെ പ്രഷർ കാണിക്കും. അപ്പൊ അവിടെ വാൽവ് തുറക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഇതിന്റെ വലിയ വാൽവ്. ഇതിൽ ഏത് മെഷീനാ വേണ്ടത് നോക്കിയിട്ട് ചിലപ്പോൾ വലുതും തുറക്കും, അല്ല 1 തുറക്കും, അല്ലെങ്കിൽ 3 തുറക്കും. മഴ ഉണ്ടാകുമ്പോൾ 3 തുറക്കും. ചെറിയ ഡാമാണ്, ചെറിയൊരു പെട്ടി നിർത്തി വെള്ളം കൊണ്ട് ഡാമൊക്കെ അടഞ്ഞിരിക്കണം. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംഗതിയാണ് ഇതുവരെ കേട്ടിട്ട് നമ്മൾ. ഇതാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനറീസ്. വെള്ളം നേരെ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഈ ഭാഗത്താ പ്രളയത്തിൽ പോയത്. അവിടെ വീടൊക്കെ തന്നെ കെട്ടിയതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഇതിനുള്ളിൽ കയറിയിട്ട് കറണ്ടായിട്ട് മാറി കറണ്ട് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ആ വേസ്റ്റ് വെള്ളം ഇതിലൂടെ ഇങ്ങനെ പോകുന്ന നമ്മൾ നേരത്തെ കണ്ട ആട്ടിൻപാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് എത്തുക.